BTech in Petroleum Engineering. നമുക്ക് ബാച്ചിലർ ഡിഗ്രിയിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഈ കോഴ്സ് ഇന്ത്യയിലും ലഭ്യമാണ്. ഈ പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്തെന്നാ കോഴ്സ്? എന്താ അതിൽ പഠിപ്പിക്കുന്നത്? പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പൊസിഷനുകളിൽ എത്താൻ സാധിക്കും? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. Engineering, like any other engineering program, നമ്മൾ 11th-ലും 12th-ലും PCM മാൻഡേറ്ററി ആണ്. ഫിസിക്സും കെമിസ്ട്രി മാത്തമാറ്റിക്സും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഇതിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓയിലും നാച്ചുറൽ ഗ്യാസിൻ്റെ റിസോഴ്സസും അതിനെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാം, അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, മാനേജ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം. ഇനി ഇത് കോർ കോഴ്സായിട്ട് എടുത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ അതിനകത്ത് പഠിക്കുന്ന കാര്യങ്ങളിനകത്ത് ഓഫ് കോഴ്സ് ഡ്രില്ലിംഗ് ഉണ്ടാവും. ആ ഡ്രില്ലിങ്ങിലൂടെയാണ് നമ്മൾ ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള കാര്യം പഠിക്കുക, ഇല്ലേ? നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവണില്ലേ? അതുപോലെ തന്നെ റിസർവോയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. എക്സ്ട്രാക്ഷനെ എങ്ങനെ മാക്സിമൈസ് ചെയ്യാം എന്നുള്ളതാണ് ആ സബ്ജക്റ്റിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിസർവോയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഡ്രില്ലിംഗ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പെട്രോളിയം ജിയോളജി. പെട്രോളിയം ജിയോളജി അറിഞ്ഞാലാണല്ലോ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയ കാണുമ്പോൾ അതിനകത്ത് എന്തുമാത്രം ഇത്തരത്തിലുള്ള റിസോഴ്സസും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ നമുക്ക് ജിയോളജിയെക്കുറിച്ച് കാര്യമായ നോളജ് വേണ്ടേ? അവിടെയാണ് നമ്മൾ ഈ പെട്രോളിയം ജിയോളജി എന്ന് പറയുന്ന ടോപ്പിക്ക് കയറി വരുന്നത്. അതുപോലെ തന്നെ പെട്രോ ഫിസിക്സ് ഇതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മൾ ഈ പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കും. ഇനി ഇതിലെ കരിയർ സാധ്യതകൾ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയില്ലേ, അതായത് ഇപ്പം ഡ്രില്ലിങ്ങിൻ്റെ ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രില്ലിംഗ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം. ഇനി ചിലർക്ക് റിസർവോയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ചില ആൾക്കാർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറും. ഈ ഒരു മേഖലയിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ BTech ഇൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് ചെയ്തതിന് ശേഷം മാസ്റ്റേഴ്സിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്യും. അതിന് എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസും അവൈലബിൾ ആണ് പല ലെവലുകളിലായിട്ട്. അപ്പോൾ അത്തരം പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ഏരിയയിലേക്ക് എൻട്രി ചെയ്യും. പക്ഷേ ഈ കോഴ്സിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരിക നിങ്ങൾ AC ഒക്കെ ഉള്ള ഒരു ഓഫീസിലായിരിക്കില്ല. പുറത്തുള്ള ഒരു വർക്ക് എൻവിറോൺമെൻറ്റുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ നിങ്ങൾക്കത് ഓക്കെ ആയിരിക്കണം. അത് ഓക്കെ ആണോ? അപ്പോൾ എന്ന് വെച്ചിട്ട് ഫുൾ ടൈം നിങ്ങൾ പുറത്തായിരിക്കും എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് സോർട്ട് ഓഫ് എ ജോബ് യു ഗെറ്റ്. ഇതിനകത്ത് തന്നെ പല പല തരത്തിലുള്ള ജോലികൾ നമുക്ക് കിട്ടാവേ. അപ്പോൾ അതിൽ ചില ജോലികൾ നമുക്ക് കുറച്ച് കൂടുതൽ സമയം AC-യിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ടൈപ്പായിരിക്കും. പക്ഷേ എല്ലാം എന്ന് പറയുന്നത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി വേറെ നമ്മൾ ഈ റിഗൊക്കെ ഇല്ലയോ, അവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ഇനി ഓക്കെ അല്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ആലോചിച്ചോളൂ. അതായത് നിങ്ങളുടെ ഒരു ഹെൽത്തും കാര്യങ്ങളും ഒക്കെ ഇതിന് പറ്റുന്നതാണോ എന്ന് ചിന്തിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഇനി ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് ആൺകുട്ടികൾക്ക് മാത്രമുള്ളതാണോ, പെൺകുട്ടികൾക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ. ആണായാലും പെണ്ണായാലും ഈ കോഴ്സിന് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിനകത്ത് ഇങ്ങനെ ഒരു ജെൻഡർ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു എംപ്ലോയറിൻ്റെ അടുത്ത് പോകുമ്പോൾ എംപ്ലോയറിൻ്റെ ഷൂസിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ നമുക്ക് ജോലി തരാനുള്ള സാധ്യത എത്രമാത്രമാണെന്ന്. അതൊരു സെൻസിബിളായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. പക്ഷെ അതല്ലാതെ ഈ കോഴ്സിൻ്റെ എലിജിബിലിറ്റിക്കകത്ത് ഒരിക്കലും ഇത് ഇത്ര സീറ്റ് ഇങ്ങനെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇത്ര സീറ്റ് പെണ്ണുങ്ങൾക്കാണ്, പെൺകുട്ടികൾക്ക് പറ്റില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇഫ് യു ആർ ബോൾഡ് എനഫ് യു ക്യാൻ ഗോ ഹെഡ്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.